ശ്ലോകം 4. ത്വാമേവ ശിക്യഗവലാദിമയം ദധാനോ. ശിക്യ ഉറി, ഗവലം കൊമ്പ്, ആദി ബാക്കിയുള്ളതൊക്കെ ഓർമ്മ വെച്ചോളണം. ഓടക്കുഴൽ, എല്ലാം ഭഗവത് സ്വരൂപമാണ്. അതിനെ എടുത്തുകൊണ്ട് ഉറി, പാത്രങ്ങൾ മുതലായത് ആരാണ്? ഭഗവാൻ തന്നെ. ത്വാമേവ. അപ്പം അങ്ങ് തന്നെയായ ആ വസ്തുക്കളെ എടുത്തുകൊണ്ട് ത്വമേവ, അങ്ങ് തന്നെ പശുക്കുട്ടികളുടെ രൂപത്തിലും ഗോപക്കുട്ടികളുടെ രൂപത്തിലും. പശുവത്സകബാലരൂപ. പശു വത്സകൻ, വത്സകം കുട്ടികൾ, പശുക്കുട്ടികൾ. ബാലന്മാർ, ഗോപന്മാർ അവരുടെ രൂപത്തിൽ. അങ്ങനെയാണ് അവർ ഗോകുലത്തിലേക്ക് വന്നത്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഭഗവാനായതുകൊണ്ട് ഗോപക്കുട്ടികൾ ഈ വസ്തുക്കളെയെല്ലാം എടുത്തുകൊണ്ട്, അപ്പോൾ ഓരോ ഗോപക്കുട്ടിയുടെ കയ്യിലും മുരളിയാവുന്ന ഒരു കൃഷ്ണനുണ്ട്, ശിക്കയാവുന്ന ഒരു കൃഷ്ണനുണ്ട്, ഗവലമാവുന്ന ഒരു കൃഷ്ണനുണ്ട്. ഇതാണ്. അപ്പോൾ അങ്ങ് തന്നെയാണ് ഈ വസ്തുക്കൾ. അങ്ങയെ ആവശ്യത്തിൽ എടുത്തുകൊണ്ട്. ഇത് ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയില്ല. പശുവത്സക ബാലരൂപ. ആര് കണ്ടാലും പശുക്കുട്ടികളാണെന്നും ഗോപക്കുട്ടികളാണെന്നേ തോന്നുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്നായ സമയത്ത് ഗോരൂപിണീഭി, ആ പശുക്കൾ എപ്പോഴാണോ അതെ ഗോരൂപിണീഭി ജനനീഭി ഗോപവധൂമയീഭി ജനനീഭി, ആ ഗോപസ്ത്രീകളാകുന്ന കുട്ടികളും ഗോക്കളാകുന്നവയും അതിപ്രഹർഷാൽ, രണ്ടമ്മമാർ, ഗോക്കളാവുന്ന അമ്മമാർ, ഗോപികളാവുന്ന അമ്മമാർ. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് തോന്നിയത്. അതിപ്രഹർഷാൽ, വർദ്ധിച്ചതായ സന്തോഷത്തോടുകൂടി. ആസാദിദോസി, അവരെ എടുത്ത് മടിയിലിരുത്തുക, ഉമ്മ വയ്ക്കുക, കുളിപ്പിക്കുക, ആഹാരം കൊടുക്കുക, ലാളിക്കുക, കൂടെ കിടത്തി ഉറക്കുക എന്നുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു. സാധാരണ ചെയ്യാത്തത്. എന്തുകൊണ്ട്? അവർക്ക് കൃഷ്ണനെ പോലെ അനുഭവപ്പെട്ടു. ഇപ്പോൾ ഓരോ കുട്ടിയും കൃഷ്ണനാണ്, ഓരോ വസ്തുവും കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനോട് എന്തൊരു സ്നേഹം ഉണ്ടായിരുന്നുവോ ആ സ്നേഹം ഇപ്പോൾ തൻ്റെ ഈ കുട്ടികളോട് ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ തന്നെയായ ഈ ഉഴി, മുരളി, കൊമ്പ് മുതലായ എല്ലാം ഭഗവാൻ തന്നെയാണ്. അതിന് ആരാ എടുക്കണം? ഭഗവാൻ തന്നെ എടുക്കണം. ആരാണ് ഭഗവാൻ ഇവിടെ? ആ പശുക്കുട്ടികൾ, മറ്റേ ഗോപക്കുട്ടികൾ ഭഗവാനെ തന്നെ ആട്ടുന്നു. പശുക്കുട്ടികൾ ആട്ടിക്കൊണ്ട് ഗോകുലത്തിൽ എത്തിയതായ സമയത്ത് രണ്ടമ്മമാർ അവരെ സ്വീകരിക്കുന്നു. ഒന്ന് ഗോക്കളാവുന്ന അമ്മമാർ ആ പശുക്കുട്ടികളെ നക്കുക, മുല കുടിപ്പിക്കുക മുതലായതെല്ലാം എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. പിന്നെയോ ഗോപികൾ കൃഷ്ണനോട് പണ്ട് എന്തൊരു സ്നേഹമാണ് ഉണ്ടായിരുന്നത്. ആ സ്നേഹത്തോടുകൂടി ഈ കുട്ടികളെ ഓരോരുത്തരെയും എടുക്കുകയും കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയും ചെയ്യുന്നു. ആസാദിദോസി ജനനീഭിരതിപ്രഹർഷാൽ, ആ അമ്മമാർ, രണ്ടമ്മമാരാലും അതിപ്രഹർഷാൽ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവരെ എടുത്ത് ലാളിക്കുകയുണ്ടായി.